എൻ്റെ കഴിഞ്ഞ ചിത്രമായ 19-ാം നൂറ്റാണ്ടിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എൻ്റെ നാട്ടുകാരനായ എനിക്കേറെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ഉബൈനി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെറുതായിട്ട് ചെവിക്ക് പിടിക്കുമായിരുന്നു. ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യന്. അത് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ അറിയാം, ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ്, 10, 500, 600 ആർട്ടിസ്റ്റ്, 10, 50 കുതിര ആർട്ടിസ്റ്റുകളെല്ലാം ഇതിനൊക്കെ പുറത്തിരുത്തി കറക്റ്റായിട്ട് ഒക്കെ റെഡിയാകുമ്പോഴാണ് ഞാൻ ഷോർട്ട് ആക്ഷൻ പറഞ്ഞത് തൊട്ട് മുമ്പ് ഒരാൾ കൈ പൊക്കിണ്ട്, സാർ ആക്ഷൻ പറയില്ല എന്ന് നോക്കുമ്പോൾ സാർ 9ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകൊച്ചിൻ്റെ സാർ കണ്ടിട്ട് അതിൻ്റെ ഷോൾഡറിൽ എന്തോ ഇരിപ്പുണ്ട്, ആ രീതിയിലുള്ള അല്ലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. എല്ലാവർക്കും നല്ല ഹൃദയം നേരുന്നു. മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള പ്രിയങ്കരനായ വിനയ് സാറിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ഉബൈനി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ടിരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻ്റ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊണ് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും വിളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈന്. ഇല്ല ഞാൻ പറഞ്ഞേക്ക്, ഉബൈന് ഇവിടെ ഇങ്ങനെ എന്താ പ്രസംഗിച്ചത്. ഉബൈനിക്ക് നിക്കക്കള്ളില്ല. അപ്പോൾ ഉബൈന് നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബൈനിയുടെ ഉത്സാഹം കണ്ടപ്പോൾ പണ്ട് കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ബന്ധുക്കളെ, ഇന്ന് ഉബൈനയുടെ ദിവസമാണ്. നമ്മൾ വേറൊന്നും തള്ളേണ്ട കാര്യമില്ല. ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ. 19ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരെങ്കിലും നിൽപ്പുണ്ട്. അപ്പോൾ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. അന്ന് ഞാൻ ഉബൈനിയെ ശ്രദ്ധിച്ചതാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖസൗകര്യം കയറിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബൈനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിലെനിക്ക് വലിയ സ്പേസാണ് തന്നത്. അതിലും ഉബൈനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട്, അവിടെ ഒരു ഡയറക്ടറിൻ്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് എന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുക? വാടാ, അല്ലെങ്കിൽ അടുത്ത പരാതി പറയാനാ എന്നും വിളിച്ച് എന്നെ വഴക്കുണ്ടാക്കുന്ന ധ്യാനൂട്ടന്റെ കാര്യം പറഞ്ഞോണ്ട്. അപ്പം റാഹേലമ്മയുടെ കോര എന്നെ സിനിമയിൽ കെട്ടിയോളാണ്ട മാലാഹ എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കെട്ടിയോളാണ്ട മാലാഹ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെ പോലെ അയലോക്കത്തെ ചേച്ചിയെ പോലെ കുഞ്ഞ് കുറേ കൂട്ടുകാർ കൂടി വിളിച്ച്
അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സ്മിനോപ്പാട് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്? അതൊന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിനയൻ സാറുള്ളപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ പുറകിൽ സംസാരിക്കണവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ കാര്യത്തിൽ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ, അതിൻ്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ നിന്ന് തന്നെ ആദ്യം പറ്റും. അതാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരിപ്പുണ്ട്. കൈവോക്കി അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളുണ്ട്. അത് എടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. എന്തിനാണ് ഭയങ്കര ഓക്കെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. വിനയൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗം പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചതിന്. വേറൊന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. വിനയൻ സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനയൻ സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ വിനയൻ സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാർ. അതിനു മുമ്പ് കൈയടിക്കരുത്, നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിലെങ്കിലും ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷമെങ്കിലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് 19ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്, അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ, കറക്റ്റ്. അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിനി അടുത്ത 40 ദീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമുക്ക് അങ്ങോട്ട് തീർത്തേക്കാം സാറേ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തോർത്ത് വെച്ചിട്ട് പുതച്ച് ഉറപ്പിച്ചു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താ പറയുക, ചക്ക വീണ് മുയിൽ ചാവുന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ, അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പം എൻ്റെ 10ാമത്തെ സിനിമയാണ് നായകനാണ്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാൻ എൻ്റെ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിൻ്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത്. താങ്ക് യു വിനയൻ സാർ. വിനയൻ സാറിന് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട് നേരിട്ട് കാണണം, വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് സംഭവിച്ച ഒരുപാട് നന്ദിയായിട്ട് പറയുന്നു. ഞാൻ റാഹിൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ ഉബൈനയുടെ കൂടെ, ഉബൈനേനെ എനിക്ക് ഗാംബ്ലർ തുടങ്ങി അറിയാവുന്നതാണ്, എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹിൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ടു നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു. അപ്പോൾ ബേരി ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഷീല ചേച്ചിയാണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട് ഭയങ്കര ചങ്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സെന്തിലും അതെ അത് പിന്നെ പറയും. അപ്പോൾ തിരിച്ചും അതേ ആൾക്കാരുടെ കൂടെ തിരിച്ചും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ റാഹേലമ്മ താങ്ക് യു ഫോർ കമ്മിങ്. പിന്നെ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? പ്രതീക്ഷയോ? എൻ്റെ അമ്മയാണോ അല്ലേ തല്ലി തീർക്കുന്നില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകരുടെ കൂടെ അല്ലേ? അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സുധീർ. താങ്ക് യു. ഡ്രാക്കുള എന്നാണ് പേര് പറയുന്നത്. ഡ്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത്. എന്നെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വിനയ സാർ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം. എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കുള ആക്കിയ ആളാണ് വിനയ സാർ. കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്നെ ഒരിക്കല് ഡ്രാക്കുള സുധീർ എന്ന് അറിയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് സാറിൻ്റെ വാക്കുകൾ ഒന്നായി. ഇന്ന് എല്ലാവരും എന്നെ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീറിനെ അടിച്ചു വരുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷം സാർ. സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. സാറ് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഒരിക്കലും ഒമർ ബായിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ബാഡ് ബോയ്സിൽ കഷ്ടപ്പെട്ടത്. എത്ര ദിവസം ഉറക്കവും ഒന്നും ഇല്ലാതെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒരു വൻ വിജയമാക്കി മാറട്ടെ.